വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രതിരോധം, പ്രത്യാക്രമണം, അത് രണ്ടുമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇന്ത്യ ചെറുത്തിരിക്കുന്നു. S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ആക്രമണങ്ങളെ ചെറുത്തത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഏറ്റവും അടുത്ത് വാങ്ങിയ പ്രതിരോധ സംവിധാനമാണ് S-400. യുദ്ധ വിമാനങ്ങൾ, ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം S-400. ആ S-400ന്റെ ഭാഗമായുള്ള സുദർശന ചക്ര അതാണ് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങളെ മുഴുവൻ ചെറുത്തത്. ആ ആക്രമണങ്ങൾക്ക് പ്രതിരോധം തീർത്തത് മാത്രമല്ല, ഇന്ന് രാവിലെ അതിന് പ്രത്യാക്രമണവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പാകിസ്ഥാനിലെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആകെ തകർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായി. അതിന്റെ ഭാഗമായുള്ള ഡ്രോണുകൾ പതിക്കുന്നതാണ് ഇന്ന് രാവിലെ കറാച്ചിയിലും ലാഹോറിലും ഒക്കെ നമ്മൾ കണ്ടത്. അതിനോടൊപ്പം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ അബ്ദുൾ റൌഫ് അസർ, മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ഒരു എസ്കലേറ്ററിയായ അല്ലെങ്കിൽ തുടരുന്ന ആക്രമണത്തിന് ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നില്ല. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന്, സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ രാത്രി പ്രകോപനമുണ്ടായി. അതിന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മറുപടി ഉണ്ടായിരിക്കുന്നു. വിദേശകാര്യ വിദഗ്ധൻ ശ്രീ PJ വിൻസെന്റ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PJ വിൻസെന്റ്, ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് ഇക്കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് ഒരു പരിമിതമായ യുദ്ധം എന്നതിൽ നിന്ന് ഒരുപക്ഷെ ഇന്റർനാഷണൽ ബോർഡർ കേന്ദ്രീകരിച്ച് ഒരു വിപുലമായ യുദ്ധത്തിനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ഇന്നത്തെ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയിട്ടുള്ള വിവരം അനുസരിച്ച് 100-ലധികം ഭീകരർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, മൗലാന മസൂദ് അഷറിന്റെ സഹോദരൻ റൌഫ് അഷർ ഒരു ഡ്രഡഡ് ക്രിമിനലും ഭീകരവാദിയുമാണ്. അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ ആഴത്തിൽ മുറിവേൽപ്പിച്ച അതിശക്തമായ പ്രഹരം നൽകിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം അതിനെ സാധൂകരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം അതിശക്തമാണ്. പഞ്ചാബ് മേഖലയിൽ അമൃത്സറിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. അത് മാത്രമല്ല, ലാഹോർ മേഖല പൂർണ്ണമായിട്ടും ഇന്ത്യയെ ആക്രമിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വ്യോമ പ്രതിരോധം ഇന്ത്യ സജ്ജമാക്കി കഴിഞ്ഞു. മാത്രവുമല്ല, പഞ്ചാബിലെ സിയാൽകോട്ട് അടക്കമുള്ള പ്രദേശങ്ങൾ, ആ മേഖലയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെയും ന്യൂട്രലൈസ് ചെയ്തു എന്നാണ് അവസാനം കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ ഇതോടൊപ്പം പാകിസ്ഥാൻ അകത്തുനിന്ന് കിട്ടുന്ന എന്നോട് ദയവ് ചെയ്തൊന്ന് ക്ഷമിക്കണം. ഞാൻ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷ്വലിലേക്ക് പോവുകയാണ്. അത് റാവൽപിണ്ടിയിൽ 7 ഇടത്ത് സ്ഫോടനം നടന്നു എന്ന വിവരങ്ങൾ വരുന്നു. അതിനോടൊപ്പമുള്ള ദൃശ്യങ്ങൾ